ഇതിന് മുമ്പുള്ള കഥ മതിയായിരുന്നു, ഈ കഥ തിരിച്ച് മാറ്റണ്ടായിരുന്നു. ഇക്ക ആസ്വദിച്ചാൽ കൊള്ളാം, എന്നാൽ ഇക്ക മാത്രം പോരല്ലോ ഒരു സിനിമയെ. പുള്ളിയെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഞാൻ വായി തുറന്ന് ഇരിക്കുകയായിരുന്നു. ഈ ഗെയിംസിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ആദ്യം ഡബിൾ റോൾ കഥ, ആ പടം മതിയായിരുന്നു. ബസുക പടം കൊള്ളാം. അത് പടം ഇവിടെ ഒരുപാട് ട്രോഫിയൊക്കെ എടുത്തുകൊണ്ടും അതൊക്കെ ആൾക്കാർ വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യത്തെ കഥ മതിയായിരുന്നു. മമ്മൂട്ടി കൊള്ളാം, പക്ഷേ ഈ പടം ഡബിൾ റോൾ കഥ ചെയ്തില്ലെങ്കിൽ സൂപ്പറായിരുന്നു. ആ അണ്ടർവേഡ് പദം മതിയായിരുന്നു. ഇതിന് ആദ്യം തുടക്കുമ്പോഴേ ഞാൻ മറ്റേ മമ്മൂട്ടിയാണെന്ന് മനസ്സിലാക്കി. ബിബ്യൂട്ടും അടിപൊളിയായിരിക്കും. ഡബിൾ റോൾ കഥ മതിയായിരുന്നു ഈ ബസുക. ഇതിന് മുമ്പുള്ള കഥ മതിയായിരുന്നു, ഈ കഥ തിരിച്ച് മാറ്റണ്ടായിരുന്നു. ബസൂക്ക ആക്ച്വലി ഒരു ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആയിരുന്നു. എന്തോ ഞാൻ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണോ അതോ റിവ്യൂസൊക്കെ നല്ലതായിരുന്നു, കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്നിട്ടും ബസൂക്ക നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോ അത് വെച്ച് നോക്കുമ്പോൾ ജിംഖാനയൊക്കെ വളരെ മികച്ചതായിരുന്നു. ബസൂക്ക എന്തോ ഭയങ്കര ലാഗാണ് പടം. അവസാനത്തെ ട്വിസ്റ്റ് വലിയ കൺവിൻസിങ് അല്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ചെറിയ ഡിസപ്പോയിൻമെൻറ്റ്. കണ്ടുകൊണ്ടിരിക്കാം, എന്നാലും ബാക്കി രണ്ട് പടങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഇനി ഗുഡ് ബാഡ് അഗ്ലി കാണാൻ പോണേ ഉള്ളൂ. ജിംഖാന അപേക്ഷിക്കുമ്പോൾ ബസൂക്ക ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിൻ്റ് ആണ്. ഇക്ക ആസ്വദിച്ചാൽ കൊള്ളാം, എന്നാൽ ഇക്ക മാത്രം പോരല്ലോ ഒരു സിനിമയെ. പുള്ളിയെ എന്തോ സ്ക്രിപ്റ്റും ഒരു കുറച്ച് വീക്കാണ്, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഇക്ക കാണാൻ കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാമോ. നമ്മളെ പഴയക്കൽ കുറച്ചെന്തോ ലാഗ്, അവസാനം വരെ ലാഗായിട്ടാണ് തോന്നിയത്. കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. ആ കൊള്ളാം, എല്ലാം ഇഷ്ടപ്പെട്ടു. ലാഗായിട്ടൊന്നും തോന്നിയില്ല, കൊള്ളായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കൊള്ളാം. കുഴപ്പമില്ല. നല്ല മൂവിയാണ്, വർത്ത് വാച്ചിങ്. നല്ല മൂവിയാണ്, നല്ല മൂവി. മമ്മൂട്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലാഗ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. സോ ലാസ്റ്റ് 20 minutes അടിപൊളി, വർത്ത് വാച്ചിങ്. ഡയറക്ഷൻ എനിക്ക് അതിനെക്കുറിച്ച് ഒത്തിരി ടെക്നിക്കലി സംസാരിക്കാനേ അറിയില്ല, ബട്ട് ബോറടിപ്പിച്ചില്ല. വാസ് നൈസ്. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു, നല്ല പെർഫോം. മമ്മൂട്ടി കൂടുതൽ നമ്മൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന മമ്മൂട്ടീനെ തന്നെയാണ്. പുള്ളിയുടെ ഷോയാണ്, സോ അത് നമ്മൾ കണ്ടങ്ങനെ ഇരിക്കും. അതാണ് എല്ലാവർക്കും കണക്റ്റ് ആവില്ല, ബട്ട് ഒരു നോർമൽ സിനിമ ആസ്വാദകന് കണക്റ്റ് ആവും. ബസൂക്ക ഒരു കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു തരക്കേടില്ലാത്തൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബോറിംഗ് ഒന്നുമല്ല. നമുക്കൊരു തുടക്കം മുതൽ എടുക്കും വരെ നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആറാട്ടണ്ണനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ്. പിന്നെ ആ സിനിമ എനിക്കൊന്ന് മമ്മൂട്ടി ലാസ്റ്റ് ആരാണ് എന്നറിയുന്നതിന് അതുവരെയുള്ള പോർഷൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നീട് അതിന് ശേഷമുള്ളത് എന്തോ ഒരു അത്ര എനിക്ക് ദഹിച്ചില്ല. പിന്നെ ഒരു റോഡ് മൂവി പോലെയോ അങ്ങനെയൊക്കെ ആ ഒരു ടൈപ്പിലാണ് അത് എടുത്തിട്ടുള്ളത്. പിന്നെ ഹക്കീം ഷാ അവരുടെയൊക്കെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പിന്നെ മമ്മൂക്ക തുടക്കം മുതൽ ഒടുക്കം വരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് കണക്റ്റ് ആവുന്നുള്ള കാര്യം അറിയില്ല. കാരണം ഗെയിമിങ് എനിക്ക് തന്നെ ഗെയിംസുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല, കളിക്കാറുമില്ല ഈ പറഞ്ഞ പോലെ. അതുകൊണ്ട് ഫാമിലിക്ക് ആ രീതിയിൽ കണക്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർ ഈ ഗെയിംസ് കളിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ചില പേരുകളൊക്കെ കണക്ട് ചെയ്യാം. ഞാൻ വായി തുറന്ന് ഇരിക്കുകയായിരുന്നു. ഈ ഗെയിംസിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഒരു ബോറിംഗ് അല്ല. അതോടെ നമുക്ക് ആ ഒരു എൻഗേജ്ഡ് ആയിട്ട് അങ്ങ് ഇരിക്കാം. നമ്മൾ വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റും ക്ലൈമാക്സും ഉള്ളതുകൊണ്ട് കണ്ടിരിക്കാം എന്നുള്ളതല്ല. അല്ലാതെ പ്രത്യേകിച്ച് ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. അതിലൊരു ചെറിയൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം.